വാസിഷ്ഠസുധ യോഗവാസിഷ്ഠസാരം നിർവാണപ്രകരണം ആറാം സർഗം ശതരുദ്രോപാഖ്യാനം പേജ് 332 വാസിഷ്ഠസുധ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വാസിഷ്ഠസുധ എന്ന പുസ്തകത്തിലെ 332 പേജ് ആറാം സർഗം ശതരുദ്രോപാഖ്യാനം. വസിഷ്ഠൻ പറഞ്ഞു, രാമ, ഞാൻ മറ്റൊരിതിഹാസം നിന്നെ കേൾപ്പിക്കാം. കുറച്ചൊക്കെ സത്യവിചാരം ചെയ്യാൻ കഴിവ് നേടിയ ഒരു ഭിക്ഷുവിൻ്റെ കഥയാണ്. സമാധി പരിശീലനത്തിൽ തൽപരനായ ഒരു മഹാഭിക്ഷു ഉണ്ടായിരുന്നു. തൻ്റെ കൃത്യങ്ങൾ നിറവേറ്റുന്നതോടൊപ്പം സമാധിയും പരിശീലിച്ച് അദ്ദേഹം ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. സമാധി പരിശീലനം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിത്തം ശുദ്ധീകരിക്കപ്പെട്ടു. തുടർന്ന് എന്തു സങ്കൽപ്പിച്ചാലും ചിത്തം ക്ഷണം കൊണ്ട് വെള്ളം കുമിളയാകുന്നത് പോലെ ആ രൂപം കൈക്കൊള്ളും എന്ന സ്ഥിതി വന്നു. ഒരിക്കൽ അദ്ദേഹം സമാധിയിൽ നിന്നും വിരമിച്ച് ഏകാഗ്രചിത്തനായി ഇരിക്കുകയായിരുന്നു. ആ ഇരിപ്പിൽ തന്നെ ഇരുന്നു കൊണ്ട് തൻ്റെ കർമ്മപരിപാടികളെക്കുറിച്ച് ചിലതൊക്കെ സങ്കല്പിച്ചു. പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരാശയം തോന്നി. ഞാൻ ഒരു ലീലയെന്നോണം ഒരു സാധാരണ ലൗകികനെപ്പോലെ കുറച്ചു ദിവസം ജീവിക്കുന്നതാണ്. ഇങ്ങനെ ചിന്തിച്ച് അദ്ദേഹം ഒരു സാധാരണ ലൗകികനായി മാറി. മനസ്സ് വശത്താണെങ്കിൽ അതിനെ സ്പന്ദിപ്പിച്ച് ഏതു നിശ്ചയവും ക്ഷണം കൊണ്ട് നടപ്പാക്കാൻ ഒരു പ്രയാസവുമില്ല. വെള്ളത്തിൽ കുമിളകൾ പോലെ ചിത്തനിശ്ചയങ്ങൾ നടപ്പാകും. ചിന്തിച്ച് തീരുമാനിച്ച അദ്ദേഹം പെട്ടെന്ന് തൻ്റെ പേരു മാറ്റി ജീവടൻ എന്ന പുതിയ നാമം കൈക്കൊണ്ടു. യാദൃച്ഛികമായി തീരുമാനിച്ച ജീവട പുരുഷനായി അദ്ദേഹം ഒരു സ്വപ്ന പുരുഷനെപ്പോലെ ലോകകാര്യങ്ങളിൽ ഏർപ്പെട്ടു. എല്ലാം സ്വന്തം ഇരിപ്പിടത്തിൽ തന്നെ ഇരുന്നു കൊണ്ടുള്ള മനോരാജ്യ അനുഭവങ്ങൾ. മനോരാജ്യത്തിലൂടെ വലിയൊരു നഗരം അനുഭവപ്പെടുത്തി. ഒരിക്കൽ ആ നഗരവീഥികളിൽ ചുറ്റിത്തിരിഞ്ഞ് കുടിച്ച് മദമത്തനായി ഒരിടത്ത് കിടന്നുറങ്ങാനിടയായി. ക്ഷണം കൊണ്ട് ആ സ്ഥിതി മാറി. സ്വപ്നത്തിൽ വേദം പഠിച്ചുരുവിട്ട് തൃപ്തനായ ഒരു ബ്രാഹ്മണനായി അനുഭവപ്പെട്ടു. വെറും മനോരാജ്യത്തിൽ ഒരാൾ ഒരു ദേശത്തു നിന്നും മറ്റൊരു ദേശത്തെത്തുന്നത് പോലെയാണ് ജീവട അനുഭവങ്ങളൊക്കെ മാറി മാറി വന്നത്. വേദപണ്ഡിതനായ ബ്രാഹ്മണൻ ചിലപ്പോൾ പകൽ സമയത്തെ ജോലിത്തിരക്ക് കൊണ്ട് ക്ഷീണിച്ച് ഉറക്കമാകും. ഉള്ളിൽ സങ്കല്പങ്ങൾ അടങ്ങി ഒരു മരം പോലെ കിടന്നുറങ്ങും. അങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ ആ ബ്രാഹ്മണൻ സ്വപ്നത്തിൽ ഒരു സാമന്ത രാജാവായി തീർന്നതായി അനുഭവിച്ചു. സാമന്തൻ ഭക്ഷണം കഴിഞ്ഞ് ഒരു ദിവസം ഗാഠനിദ്രയിലാണ്ടു. പെട്ടെന്ന് സാമന്തൻ അനേകം സാമന്ത രാജാക്കന്മാരുടെ മേൽക്കോയ്മയുള്ള ഒരു മഹാരാജാവായി മാറി. മഹാരാജാവ് സങ്കല്പങ്ങളൊക്കെ ശമിച്ച് സ്വസ്ഥനായി ഒരു ദിവസം ഉറക്കമാരംഭിച്ചു. ഉറക്കത്തിൽ താൻ അതിസുന്ദരിയായ ഒരു ദേവസ്ത്രീയായതായി തീർന്നതായി അദ്ദേഹം അനുഭവിച്ചു. ആ ദേവസ്ത്രീ ഒരിക്കൽ രതിക്രീഡ നടത്തി ക്ഷീണിതയായി ഉറങ്ങാൻ കിടന്നു. തുടർന്നവൾ ഓടിച്ചാടി നടക്കുന്ന ഒരു മാൻപേടയായി രൂപം കൊണ്ടു. ചഞ്ചല നേത്രയായ ആ മാൻപേട ഒരു ദിവസം ഒന്നുറങ്ങി. പെട്ടെന്ന് ആ പേടമാൻ താൻ ധാരാളം കണ്ടു പരിചയിച്ചിട്ടുള്ള ഒരു മനോഹര ലതയായി മാറി. സ്വഭാവമനുസരിച്ച് മൃഗങ്ങൾ പോലും സ്വപ്നം കാണാറുണ്ട്. കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ ഓർമ്മിച്ചനുഭവിക്കുക എന്നത് ചിത്തത്തിൻ്റെ സ്വഭാവമാണ്. ആ മനോഹര ലത പൂത്ത് തളിർത്തു. വനദേവിമാരുടെ ക്രീഡാരംഗമായ ഒരു വള്ളിക്കുടിലിന് ശോഭ പകർന്നു വിലസി. വിത്തിനകത്ത് മുളപ്പ് ലയിച്ചിരിക്കുന്നത് പോലെ സങ്കല്പങ്ങൾ ആ വള്ളിയിൽ ലയിച്ചിരുന്നു. ഉള്ളിലെ ഓർമ്മ കൊണ്ട് താൻ വള്ളിയായി ചുറ്റിപ്പിണഞ്ഞ് കിടക്കുന്നതായി അവൾ കണ്ടു. അങ്ങനെ കുറച്ചുകാലം ഉറക്കത്തിലെന്ന പോലെ കട്ടിപിടിച്ച ജഡത്വത്തിൽ കഴിഞ്ഞുകൂടി. അങ്ങനെ കഴിയവേ ഒരു ദിവസം ആ ലത താൻ ഒരു വണ്ടായിത്തീർന്നു എന്നനുഭവപ്പെട്ടു. ഒരു വിടർന്ന താമരയിൽ ചെന്നുപറ്റി അത് കൂമ്പിയപ്പോൾ
അതിനകത്ത് അകപ്പെട്ടു പോയതായും കണ്ടു. മിക്കവാറും ജഡരൂപം കൈക്കൊള്ളുന്ന സ്ഥാവര ചിത്തം പോലും ചിലപ്പോൾ സങ്കല്പോന്മുഖമായി തീരുന്നു എന്ന് കാണേണ്ടതാണ്. ആ താമരയെ പിഴുതെറിയാനായി ഒരിക്കൽ ഒരു ആന വന്നെത്തി. രമ്യവസ്തുക്കളെ നശിപ്പിക്കാനായി മൂഢമതികളുടെ ശക്തി വികസ്വരമാകുന്നത് സ്വാഭാവികമാണ്. രമ്യവസ്തുക്കളെ നശിപ്പിക്കാനായി മൂഢമതികളുടെ ശക്തി വികസ്വരമാകുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ താമരയോടൊപ്പം ആ വണ്ടും തവിടുപൊടിയായി. ആനയുമായി ബന്ധപ്പെട്ട് ആനയെ ഭാവന ചെയ്തത് നിമിത്തം വണ്ട് ആനയായി മാറി. ഗന്ധവിശേഷം ആസ്വദിച്ച് ആ ആന മതമത്തനായി ഭവിച്ചു. ഒടുവിൽ ആനപിടിയന്മാർ കുഴിച്ച ഉണങ്ങിക്കിടക്കുന്ന സമുദ്രം പോലുള്ള ഒരു കുഴിയിൽ ആന വീഴാനിടയായി. സമർത്ഥനായ ഒരു രാജാവിനാൽ ബന്ധനസ്ഥനാക്കപ്പെട്ടു. കാട്ടാന മെരുങ്ങി നാട്ടാനയായി മാറി. രാജാവിൻ്റെ ഗജസൈന്യത്തിൽ അംഗമായി. ഒരു യുദ്ധക്കളത്തിൽ വധിക്കപ്പെട്ട് ആനയുടെ ജീവിതം അവസാനിപ്പിച്ചു. കവിളിൽ പറ്റിയിരുന്ന വണ്ടുകളെ ഭാവന ചെയ്ത് ആന വീണ്ടും വണ്ടായി ഭവിച്ചു. വീണ്ടും ആനക്കാലിൻ്റെ ആക്രമണമേറ്റ് താമരയോടൊപ്പം തവിടുപൊടിയായിത്തീർന്നു. തൻ്റെ സമീപം വിഹരിച്ചിരുന്ന ഒരു അരയന്നത്തെ ഭാവന ചെയ്തുകൊണ്ട് അരയന്നമായി മാറി. കളഹംസം പല പല ജീവിതങ്ങൾ മാറി മാറി അനുഭവിച്ച ശേഷം ഒടുവിൽ ബ്രഹ്മാവിൻ്റെ വാഹനമായ അരയന്നമായി ഭവിച്ചു. അങ്ങനെ ചിരകാലം വിഹരിച്ചു നടന്നു. ഒരിക്കൽ ആ പക്ഷി രുദ്രപുരത്തിലെത്തി രുദ്രനെ കാണാനിടയായി. രുദ്രഭാവന രൂഢമായതോടെ അരയന്നം രുദ്രാകാരം കൈക്കൊണ്ടു. ശിവപുര ആചാരങ്ങളോടും ഗണങ്ങളോടും ഒരുമിച്ച് ചിരകാലം ശിവരൂപിയായി വിഹരിച്ചു. രുദ്രനായി കഴിയവേ വ്യക്തമായ ആത്മജ്ഞാനം ലഭിക്കാനിടയായി. ആത്മജ്ഞാന പ്രഭാപൂരിതമായ ബുദ്ധിയിൽ പൂർവജന്മ സ്മരണകൾ തെളിഞ്ഞു. ആ ശിവന് അജ്ഞാനത്തിൻ്റെ മൂടുപടം പാടെ മാറിക്കിട്ടി. ഒരു ദിവസം ഏകാന്തത്തിൽ തൻ്റെ നൂറുകണക്കിന് കടന്നുപോയ സ്വപ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിസ്മയഭരിതനായി ഇങ്ങനെ പറഞ്ഞു. 288 ശ്ലോകം. അഹോ വിചിത്രാമായേയം ബത വിശ്വവിമോഹിനി അസത്യൈവാപി സദ്രൂപാ സുദൃഢാമരുവാരിവത്. ആശ്ചര്യം, ആശ്ചര്യം! ഈ മായ എത്ര വിചിത്ര രൂപിണിയാണ്! ലോകത്തെ മുഴുവൻ അവൾ മോഹിപ്പിക്കുന്നു. കാനൽ ജലം പോലെ ഇല്ലാത്തവളാണെങ്കിലും അവൾ ബലമായി ഉള്ളവളെപ്പോലെ അനുഭവ വിഷയമാകുന്നു. ഇങ്ങനെ അത്യാശ്ചര്യകരങ്ങളായ സംസാരഭൂമികളിൽ എത്ര എണ്ണത്തിലാണ് ഞാൻ ഭ്രാന്തനെപ്പോലെ ഭ്രമിച്ചു നടന്നത്. ഒരു സൃഷ്ടിയിൽ ഞാൻ ജീവടനായി, ഒരിടത്ത് ബ്രാഹ്മണൻ, മറ്റൊരിടത്ത് രാജാവ്, താമരക്കൂട്ടത്തിൽ അരയന്നമായി, വിന്ധ്യവനത്തിൽ മതയാനയായി. ഇങ്ങനെ നൂറുകണക്കിന് ജന്മങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴിതാ ഞാൻ രുദ്രനായി ജനിച്ചിരിക്കുന്നു. ഈ ഭ്രമജീവിത പരമ്പരയിൽ ആയിരക്കണക്കിന് വർഷങ്ങളും നൂറുകണക്കിന് ചതുർയുഗങ്ങളും കടന്നുപോയിരിക്കുന്നു. എണ്ണമറ്റ ജീവിതക്രമങ്ങളും ആചാരങ്ങളും നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. എണീറ്റ് ആ കഴിഞ്ഞകാല ജീവിതങ്ങളെയൊക്കെ ഞാൻ വ്യക്തമായി നോക്കിക്കാണുന്നുണ്ട്. വേണ്ട പോലെ കണ്ട് അവയെ ഞാൻ എന്നിൽ തന്നെ ഏകീഭവിപ്പിക്കുന്നുമുണ്ട്. ഇങ്ങനെ ചിന്തിച്ച് രുദ്രൻ തൻ്റെ ഭിക്ഷുരൂപമായ സൃഷ്ടിയുടെ സമീപത്തെത്തി. സ്വപ്നങ്ങൾ ദർശിച്ചുകൊണ്ട് ഭിക്ഷു അവിടെയൊരു വെറും ശവം പോലെ നിശ്ചേഷ്ടനായിരിക്കുന്നുണ്ടായിരുന്നു. മനസ്സിലൂടെ ചൈതന്യം കടത്തിവിട്ട് ഭിക്ഷുവിനെ ഉണർത്തി. ബോധം വന്നതോടെ ഭിക്ഷുവും തൻ്റെ സംസാര ഭ്രമത്തെക്കുറിച്ച് ഓർമ്മിച്ചു. ജീവടാതി രൂപം ധരിച്ച് വിഹരിച്ചിരുന്ന രുദ്രനായി ഭിക്ഷു കണ്ടു. വിഹരിച്ച തന്നെ രുദ്രനായി ഭിക്ഷു കണ്ടു. ജ്ഞാനോദയം നിമിത്തം വിസ്മയമില്ലെങ്കിലും അതിയായ വിസ്മയം തോന്നി. തുടർന്ന് ഭിക്ഷുവും രുദ്രനും രണ്ടുപേരും എണീറ്റ് യാത്രയായി. ചിതാകാശത്തിലെ ഒരു കോണിൽ ജീവടൻ്റെ ജീവഗതി കണ്ടെത്തി. മനസ്സിലൂടെ ചൈതന്യം കടത്തിവിട്ട് ജീവടനെ ഉണർത്തി. 3 പേർക്കും വിസ്മയമൊന്നുമില്ലെങ്കിലും അതിയായ വിസ്മയമുണ്ടായി. 3 ആണെങ്കിലും ഒന്നായ ആ രുദ്രഭിക്ഷുക ജീവടന്മാർ അവിടെ നിന്നും പോയി. ബ്രാഹ്മണാദി പിന്നീടുണ്ടായവരുടെയൊക്കെ ജീവിതഗതികൾ നോക്കിക്കണ്ടു. അവരെയൊക്കെ ഉണർത്തി അവരുമായി ഒരുമിച്ചു. രുദ്രാംശന്മാരായി നൂറുകണക്കിനുള്ള അവരൊക്കെ ദിവ്യജ്ഞാനമൂർത്തികളായി പ്രകാശിച്ചു. രുദ്രനാൽ പറഞ്ഞയക്കപ്പെട്ട അവരെല്ലാം അവരവരുടെ ആലയങ്ങളിലേക്ക് മടങ്ങി. അങ്ങനെ രൂപം കൊണ്ട മായയെ രുദ്രൻ വ്യക്തമായി നോക്കിക്കണ്ടു. അവരെല്ലാം തൻ്റെ അംശങ്ങൾ തന്നെയാണെന്നറിഞ്ഞ് ഓരോരുത്തരെയും അവരവരുടെ സംസാര ഗതികളിലേക്ക് തിരിച്ചുവിട്ടു. ജീവടൻ
ബ്രാഹ്മണൻ തുടങ്ങിയവരെല്ലാം സ്വസ്ഥാനങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്തു. അവരവരുടെ കുടുംബങ്ങളോടൊപ്പം കാലം കഴിച്ചു കൂട്ടിയ ശേഷം എല്ലാവരും രുദ്രനോട് ഏകീഭവിച്ചു. ദേഹാവസാനത്തിൽ രുദ്രരൂപം കൈക്കൊള്ളുകയും ചെയ്തു. വസിഷ്ഠൻ തുടർന്നു. 289 ശ്ലോകം. സർവമസ്തി ചിതഃ കോശേ യദ്യഥാ ലോകയത്യസൗ ചിത്തഥാ തദവാപ്നോതി സർവാത്മത്വാദസംശയം. ചിതഃ കോശേ, ബോധത്തിനുള്ളിൽ, സർവമസ്തി, എല്ലാമുണ്ട്, അസൗ ചിത്ത്, ഈ ബോധം, യത് കഥാ ആലോകയതി, സങ്കല്പത്തിലൂടെ എന്ത് എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നുവോ, തത് തഥാ അവാപ്നോതി, അതങ്ങനെ കണ്ടെത്തുന്നു. സർവാത്മത്വാത് അസംശയം, ചിത്ത് എല്ലാമായതുകൊണ്ട് ഇക്കാര്യത്തിൽ സംശയിക്കാനേയില്ല. ബോധത്തിനുള്ളിൽ എല്ലാമുണ്ട്. ഈ ബോധം സങ്കല്പത്തിലൂടെ എന്ത് എങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നുവോ അത് അങ്ങനെ കണ്ടെത്തുന്നു. ചിത്ത് എല്ലാമായതുകൊണ്ട് ഇക്കാര്യത്തിൽ സംശയിക്കാനേയില്ല. സർവമസ്തി ചിതഃ കോശേ, ബോധത്തിനുള്ളിൽ എല്ലാമുണ്ട്. ജഗത്തായി കാണപ്പെടുന്ന എന്തിൻ്റെയും പരമകാരണമാണ് ബോധം. പരമകാരണമല്ലാതെ കാര്യരൂപം കൈക്കൊള്ളാൻ മറ്റൊന്നുമില്ല തന്നെ. ബോധം കാര്യരൂപം കൈക്കൊള്ളുന്നതോ സങ്കല്പത്തിലൂടെ മാത്രം. അപ്പോൾ ബോധത്തിൽ എന്തുണ്ട് എന്തില്ല എന്നതല്ല പ്രശ്നം, എന്തു വേണം എന്തു വേണ്ട എന്നുള്ളതാണ് പ്രശ്നം. ഒരിക്കൽ കൂടി വായിക്കാം. പരമകാരണമല്ലാതെ കാര്യരൂപം കൈക്കൊള്ളാൻ മറ്റൊന്നുമില്ല തന്നെ. ബോധം കാര്യരൂപം കൈക്കൊള്ളുന്നതോ സങ്കല്പത്തിലൂടെ മാത്രം. അപ്പോൾ ബോധത്തിൽ എന്തുണ്ട് എന്തില്ല എന്നതല്ല പ്രശ്നം, എന്തു വേണം എന്തു വേണ്ട എന്നുള്ളതാണ് പ്രശ്നം. എന്തു തന്നെ വേണമെങ്കിലും സങ്കല്പിച്ചുറപ്പിക്കൂ, അത് കിട്ടും. എന്തു തന്നെ വേണ്ടെങ്കിലും സങ്കല്പിച്ചുറപ്പിക്കൂ, അത് മാറിത്തരും. ഒന്നും വേണ്ടെങ്കിൽ സങ്കല്പമെല്ലാം ഉപേക്ഷിക്കൂ, ബോധം മാത്രം ബാക്കി നിൽക്കും. ഇതാണ് ബോധത്തിലെ പ്രവർത്തന നിയമം. ബോധം, സങ്കല്പം, വ്യക്തി, രൂപം, ഇതാണ് ക്രമം. ബോധം, സങ്കല്പം, വ്യക്തി, രൂപം, ഇതാണ് ക്രമം. എന്താണ് ഭിക്ഷു? ബോധം. ഭിക്ഷു സങ്കല്പം. ഭിക്ഷു. എന്താണ് വണ്ട്? ബോധം. വണ്ടിൻ്റെ സങ്കല്പം വണ്ട്. ആരാണ് ശിവൻ? ബോധം. ശിവസങ്കല്പം ശിവൻ. എല്ലാ സങ്കല്പവും വ്യക്തിരൂപവും ബോധം തന്നെയാണെന്ന് ഉറപ്പു വരുന്നതാണ് ജ്ഞാനം. അവിടെയെല്ലാം ബോധമയം. വസിഷ്ഠൻ തുടർന്നു. രാമ, ആളുകൾ സ്വപ്നത്തിൽ എന്തെല്ലാം അനുഭവിക്കുന്നു, സങ്കല്പിച്ച് എന്തെല്ലാം അനുഭവിക്കുന്നു, അതെല്ലാം ബോധസ്വരൂപമായി അതിൽ എപ്പോഴും ഉള്ളവ തന്നെ. ആഭരണങ്ങളെല്ലാം സ്വർണത്തിൽ സ്വർണമായി എപ്പോഴും സ്ഥിതി ചെയ്യുന്നത് പോലെ സങ്കല്പരൂപമായ വസ്തു സ്വപ്നത്തിൽ കണ്ടെത്തുന്നു. പരമമായ യോഗം അഭ്യസിച്ച് സങ്കല്പങ്ങളെ ഒഴിച്ചു മാറ്റിയാൽ ബോധസത്യം അനുഭവപ്പെടുന്നു. ആർക്കാണോ യോഗവിജ്ഞാന ദൃഷ്ടി ഉറപ്പു വന്നത് അവർ എല്ലായിടത്തും കണ്ടെത്തുന്നു. ആർക്കാണോ യോഗവിജ്ഞാന ദൃഷ്ടി ഉറപ്പു വന്നത് അവർ എല്ലായിടത്തും കണ്ടെത്തുന്നു. ശിവനും മറ്റും അങ്ങനെ യോഗവിജ്ഞാന ദൃഷ്ടി ഉറപ്പു വന്നവരാണ്. ഏകനിഷ്ഠനായ വ്യക്തിക്ക് അഭിമത കാര്യമെന്തും സുസാധ്യമായിത്തീരുന്നു. തെക്കുദിക്കിനെ കണ്ട് നടക്കുന്നവന് വടക്കേ ദിക്ക് എങ്ങനെ പ്രാപ്യമാകും? സങ്കല്പങ്ങളിലൂടെ കാര്യങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സങ്കല്പകാര്യങ്ങൾ വന്നു ചേരുന്നു. മുൻപിൽ നിൽക്കുന്ന വസ്തുവിൽ കണ്ണു പതിഞ്ഞവർക്ക് അതുമാത്രമല്ലേ കാണാൻ പറ്റൂ. അതുപോലെ ബോധത്തിൽ ദൃഷ്ടി ഉറച്ചവർക്ക് അതുമാത്രമേ കാണാൻ പറ്റൂ. വസ്തു മുൻപിലുള്ളപ്പോൾ അതിൽ കണ്ണു പതിയാതെ സങ്കല്പിത വസ്തു കിട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏകനിഷ്ഠത്വമില്ലാത്തതുകൊണ്ട് രണ്ടും നഷ്ടമാകാൻ ഇടയാകുന്നു. സ്ഥിരവസ്തുവിൽ കണ്ണു പതിയുന്നില്ല. സങ്കല്പിത വസ്തു താൽക്കാലികവുമാണ്. അങ്ങനെ രണ്ടും നഷ്ടപ്പെടും. സ്ഥിരവസ്തുവിൽ കണ്ണു പതിയുന്നില്ല, ബോധത്തിൽ കണ്ണു പതിയുന്നില്ല. സങ്കല്പിത വസ്തു നാമവും രൂപവും സങ്കല്പിത വസ്തു താൽക്കാലികവുമാണ്. അങ്ങനെ രണ്ടും നഷ്ടപ്പെടും. സ്ഥിരവസ്തുവിൽ ഉറപ്പു വന്നവർക്ക് എപ്പോൾ വേണമെങ്കിലും രണ്ടും പ്രാപിക്കാവുന്നതാണ്. ഇവിടെ ഞാൻ വിദ്യാധരനാണ്, ഞാൻ ബ്രാഹ്മണനാണ് എന്നും മറ്റുമുള്ള കാര്യങ്ങൾ, പ്രത്യേക സങ്കല്പങ്ങൾ അങ്ങനെ ഫലിക്കുന്നു എന്നതിന് ദൃഷ്ടാന്തങ്ങളാണ്. ഇങ്ങനെ പ്രത്യേകം സങ്കല്പങ്ങളെ ഫലിപ്പിച്ച് ഭിക്ഷുജീവൻ രുദ്രജീവനിൽ എത്തിച്ചേരുന്നു. രുദ്രജീവനിൽ എത്തിയതോടെ എല്ലാ സങ്കല്പാർത്ഥങ്ങളും ഒരേ സത്യം തന്നെ എന്ന് ബോധ്യമായി. ഭിക്ഷു സങ്കല്പങ്ങളെ പ്രത്യേകം അംഗീകരിച്ചാൽ
അവയോരോന്നു മാറി മാറി ജഗത്തായി സ്ഥിതി ചെയ്യും. എല്ലാം രുദ്രരൂപമായി കണ്ടാൽ അവയൊക്കെ ഏകസത്യമായി തെളിയും. ഇങ്ങനെ ഭിക്ഷു സങ്കല്പമനുസരിച്ച് ജീവട ബ്രാഹ്മണാദി പ്രത്യേകം പ്രത്യേകം തിരിയുന്നു. രുദ്രസങ്കല്പമനുസരിച്ച് അവയെല്ലാം രുദ്രൻ തന്നെ ആയതുകൊണ്ട് രുദ്രനിയോഗം അനുസരിക്കുന്നു. അങ്ങനെ രുദ്രനുമായി ചേർന്ന് പരമപദം പ്രാപിക്കുകയും ചെയ്യുന്നു. രാമൻ ചോദിച്ചു, ഭഗവൻ, ജീവട ബ്രാഹ്മണാദികളെല്ലാം ഭിക്ഷു സങ്കല്പങ്ങളല്ലേ? അവ സത്യസ്വരൂപം പ്രാപിച്ചതെങ്ങനെ? സങ്കല്പകാര്യങ്ങൾ എവിടെ? സത്യം എവിടെ? വസിഷ്ഠൻ മറുപടി നൽകി, രാമ, സങ്കല്പം കൊണ്ട് ഒരേ വസ്തു ആയിരമായിരമായി വിഭജിക്കപ്പെട്ടതായി തോന്നാം. ജനാർദ്ദനൻ ഇങ്ങനെയുള്ള അംശ അവതാര ലീല കൊണ്ടാണ് ഈ ജഗത്തുള്ളതായി തോന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നെന്നറിയുന്നതാണ് ഏകത്വം, പലതെന്ന് സങ്കല്പിച്ച് ഭ്രമിക്കുന്നതാണ് നാനാത്വം. ഇങ്ങനെ ഭിക്ഷു സങ്കല്പം കൊണ്ട് ജീവട ബ്രാഹ്മണാദി ഭേദം സംഭവിച്ചു. അതെല്ലാം ശുദ്ധബോധാംശങ്ങളാണെന്ന് അറിഞ്ഞാൽ സത്യം. ഇത് ശ്രീ വാൽമീകിയെ മോക്ഷോപായേ നിർവാണപ്രകരണേ ശതരുദ്രോപാഖ്യാനം നാമ ഷഷ്ടഃ സർഗഃ. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.